യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 1632 ബംഗളൂരു സെൻട്രൽ കോയമ്പത്തൂർ എക്സ്പ്രസ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. യാത്രികർ കൃപയാ ധ്യാൻ ദേ ഗാഡി സംഖ്യ. അങ്ങനെ നമ്മളെ കാത്തിരിപ്പിനൊടുവിൽ അതാ നമ്മൾ എത്ര 2.25 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടുള്ള നമ്മളെ ട്രെയിൻ അതാ അല്പ സമയം മുമ്പ് എത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഏതായാലും നമ്മൾ ട്രെയിൻ എത്തിയിട്ടുണ്ട് കേട്ടോ. എത്തിയ സമയത്ത് നല്ല സീറ്റും ആൾക്കാരൊക്കെ കുറവേങ്ങി അങ്ങനെ ഓടിപ്പോയിട്ട് വിൻഡോ സീറ്റ് പിടിച്ചാലേ നമുക്ക് എന്ത് ചെയ്യും കയറ്റുകൾ കാണാൻ പറ്റുമല്ലോ. അങ്ങനെ വിൻഡോ സീറ്റ് കയറിയിരുന്നിട്ട് കുറച്ച് പട്ടി ഷോർക്ക് കേട്ടോ, കാരണം കുറച്ച് വീഡിയോസ് എടുക്കണമല്ലോ. അങ്ങനെ ഞാനിങ്ങനെ അവിടേക്ക് നോക്കി ആസ്വദിച്ചിരിക്കുന്നൊരു വീഡിയോ എടുത്താണ്. ഈ പുഴകൾ കാണുമ്പോഴേക്കും എന്താ അറിയില്ല, ഭയങ്കര ഇഷ്ടം പുഴ. അത് പറയുമ്പോൾ കുറച്ച് തെറ്റൊക്കെ ഉണ്ടാവും കേട്ടോ, എത്ര പറഞ്ഞാലും റെഡി ആവാത്തത് കൊണ്ടാണ്, അങ്ങ് ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ ഈ കന്നൽ കാടുകളും അതെല്ലാം കൂടി കണ്ട് അങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് എന്താ പറയുക, ഒരു മനസ്സിന് തന്നെ ഒരു വേറെ തന്നെ ഒരു എന്താ പറയുക ഒരു ഇതാട്ടോ, കുളിർമ കിട്ടും. പക്ഷെ പണ്ട് ട്രെയിനിൽ പോകാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു എന്നുള്ള ഒരു കഥ ഞാൻ പറഞ്ഞു തന്നില്ലല്ലോ. പണ്ട് ഞാൻ ജീവിതത്തിൽ ഒരു ടൈം മാത്രമേ ട്രെയിനിൽ കയറിയുള്ളൂ. അതും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം മാത്രം, നിലമ്പൂരിൽ നിന്ന് കാളികാവിലേക്ക് അത്ര ദൂരം മാത്രമേ ഞാൻ പോയുള്ളൂ കേട്ടോ. പിന്നീട് ട്രെയിനിൽ കയറാനൊന്നും ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചതാട്ടോ. അങ്ങനെ ഞാനും ഹസ്ബൻഡും മക്കളൊക്കെ ഞങ്ങളങ്ങനെ പ്ലാൻ ഇടും, നമുക്ക് തിരൂർ പോകണം ട്രെയിനിൽ, കോഴിക്കോട് നിന്ന് തിരൂരേക്ക് പോവുക. അവിടെ ഒരു മാർക്കറ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുക. ആ ദിവസം നമുക്ക് എന്ത് ചെയ്യുക പോവാമെന്ന് പറഞ്ഞിങ്ങനെ പ്ലാൻ ഇങ്ങനെ ചെയ്യലുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്നല്ലേ സർജറിയും കാര്യങ്ങളൊക്കെ വന്നത്. സർജറി വന്നതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തലശ്ശേരി ഹോസ്പിറ്റലിൽ നിന്നാട്ടോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ അതിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ പിന്നെ എപ്പോഴും ഈ ട്രെയിനിൽ പോക്കായിട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ ട്രെയിനിൽ കയറി, ട്രെയിന് കുറച്ചവിടെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കോഴിക്കോട് എത്താൻ നേരം അങ്ങനെ അവിടെ ഇറങ്ങി, അവിടെ കുറേ നേരം ഇരുന്ന് കുറച്ച് കഴിഞ്ഞ് ട്രെയിൻ എടുത്ത് അങ്ങനെ ഞങ്ങളിതാ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് നേരത്തെ എത്തിയപ്പോഴാണ് പിന്നെ വിചാരിക്കുന്നത് എന്തായാലും വേണ്ടില്ല SM സ്ട്രീറ്റിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ പൊരി വെയിലത്ത് കുറച്ചങ്ങോട്ട് നടന്നാൽ മതി കേട്ടോ. ഈ പൊരി വെയിലത്ത് SM സ്ട്രീറ്റിലേക്ക് നടക്കുന്നത് ഞങ്ങൾ രണ്ടാളാട്ടോ. ഞാൻ വേഗം സൺസ്ക്രീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ SM